രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ കേരളത്തിൽ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമോ എന്ന ചോദ്യവും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് കൊണ്ടുവരാൻ പോകുന്നത് ആരെ എന്ന ചോദ്യവുമായിരുന്നു. അതിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഹൈക്കമാൻഡ് ഇടപെട്ടൊരു മറുപടി അപ്പം തന്നെ നൽകി പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. എന്നാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്നുള്ള നീക്കത്തിന് കുറച്ചുകൂടി ബലം ഏറുകയും ചെയ്തു. പിന്നീട് എങ്ങനെയോ അത് ശമിച്ചു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ചോദ്യം ഉയർന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ പോകുന്നു. അവിടേക്ക് ബെന്നി ബെഹന്നാനെയോ അതല്ല എങ്കിൽ ആന്റോ ആന്റണിയോ ഒക്കെ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി വർദ്ധിച്ചു വരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റില്ല എന്ന ഒരു വാർത്ത ഇപ്പോൾ സജീവമായി പുറത്തു വരുന്നുണ്ട്. പകരം മറ്റൊരു പുനഃസംഘടന കോൺഗ്രസിൽ നടക്കുവാൻ പോകുന്നു. അത് DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന പുനഃസംഘടനയാണ്. അഹമ്മദാബാദിൽ വെച്ച് നടന്ന AICC മീറ്റിംഗിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുന്ന നേതാക്കന്മാരെ പോലെ തന്നെ ജില്ലാതലത്തിലെ അധ്യക്ഷന്മാർക്ക് പ്രാധാന്യമേറണം. അവർ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളായി മാറണം. അത്തരത്തിൽ വന്നെങ്കിൽ മാത്രമേ താഴെ തട്ടിലേക്ക് പാർട്ടിയെ വളർത്തുവാനും പാർട്ടിയുടെ വേര് വർദ്ധിപ്പിക്കുവാനും സാധിക്കുള്ളൂ എന്നൊരു കണക്കുകൂട്ടൽ കൂടി അവിടെ ഉറച്ചു വന്നതോടുകൂടി DCC അധ്യക്ഷന്മാരെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. KPCC അധ്യക്ഷനായി കെ സുധാകരൻ തുടരുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. DCC അധ്യക്ഷന്മാരെ മാറ്റാൻ പോകുന്നു. തലയെടുപ്പും പേരും പ്രശസ്തിയും ഒക്കെയുള്ള DCC അധ്യക്ഷന്മാർ വന്നെങ്കിൽ മാത്രമേ ജനസ്വീകാര്യതയും ജനപിന്തുണയും ഒക്കെ കോൺഗ്രസിന് ലഭിക്കൂ എന്നൊരു കണക്കൂട്ടലിന്റെ പുറത്താണ് DCC അധ്യക്ഷന്മാരെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയിട്ടുള്ളത്. കേരളത്തിലും അത്തരത്തിൽ DCC അധ്യക്ഷന്മാരെ മാറ്റാൻ പോവുകയാണ്. DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ സ്വാഭാവികമായും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് 14 ജില്ലകളിലായുള്ള DCC അധ്യക്ഷന്മാരിൽ 5 പേരെ പറ്റി വലിയ മതിപ്പാണ് ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത്. കാരണം അവർ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നിലവിലിപ്പോൾ നിലമ്പൂരിൽ VS ജോയിയെ പരിഗണിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിലൊന്ന് ഈ 5 DCC അധ്യക്ഷന്മാരിൽ ഒരാളായി VS ജോയിയെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം സംഘടനാപരമായി ശക്തിപ്പെടുത്തുവാനും ജില്ലാതലത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എറണാകുളത്തെ DCC അധ്യക്ഷനായ ഷിയാസ് അടക്കം കോഴിക്കോട് DCC അധ്യക്ഷനായ പ്രദീപ് കുമാർ അടക്കമുള്ള ചില നേതാക്കന്മാർക്കെതിരെ ചില DCC അധ്യക്ഷന്മാരോടൊക്കെ വലിയ മതിപ്പാണ് ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത്. അവർ കൃത്യമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അല്ലാതെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന DCC അധ്യക്ഷന്മാരും കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു ധാരണ കൂടി പാർട്ടി നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടുകൂടി തന്നെ DCC അധ്യക്ഷന്മാരെ മാറ്റാമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. ഇനി DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ ചില നിർണായക തീരുമാനം കൂടി അതിൽ എടുക്കുന്നുണ്ട്. അത് നിലവിൽ ഈ പറഞ്ഞ 5 DCC അധ്യക്ഷന്മാരെ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ മാറ്റിയാൽ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ പല പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന കണക്കൂട്ടലുള്ളത് കൊണ്ട് തന്നെ സമ്പൂർണ്ണമായി എല്ലാവരെയും മാറ്റിക്കൊണ്ട് എല്ലാ ജില്ലകളിലേക്കും DCC അധ്യക്ഷന്മാരെ തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. 3.5 വർഷമായി നിലവിലുള്ള DCC അധ്യക്ഷന്മാർ ആ സ്ഥാനത്തിരിക്കുന്നു. പക്ഷേ DCC മറ്റ് ഭാരവാഹികൾ, അതായത് വൈസ് പ്രസിഡന്റ് അടക്കം ജനറൽ സെക്രട്ടറിമാരടക്കമുള്ളവർ 12 വർഷത്തിലേറെയായി ആ സ്ഥാനത്തിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി പലരും കടിച്ചു തൂങ്ങിയിരിക്കുന്നവരാണ് എന്നുള്ള വാദം പോലും ഉയരുന്നുണ്ട്. അവരെയൊക്കെ മാറ്റി ഊർജ്ജസ്വലരായവരെ, അതിൽ വനിതകളെ ഉൾപ്പെടുത്തി, യുവാക്കളെ ഉൾപ്പെടുത്തി, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഉൾപ്പെടുത്തി, ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളെ ഉൾപ്പെടുത്തി ഒരു പുനഃസംഘടന നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തിയിട്ടുണ്ട്. അതിനുശേഷം DCC അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലായിരിക്കും ബൂത്തിലെയും മണ്ഡലത്തിലെയും ബ്ലോക്കിലെയും ഒക്കെ മറ്റ് നേതാക്കന്മാരെ തീരുമാനിക്കും. നിലവിൽ ബൂത്ത് പ്രസിഡന്റുമാരെയും മണ്ഡലം പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് താഴെയുള്ള നേതൃത്വത്തെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് DCC അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലായിരിക്കും തീരുമാനിക്കുക. ഈ മാസം തന്നെ അതിനുള്ള ചർച്ച ആരംഭിക്കും. ഉടനടി തന്നെ 14 ജില്ലയിലെയും പുതിയ മുഖങ്ങളെ കോൺഗ്രസ് സമർപ്പിക്കും. കോൺഗ്രസിൻ്റെ പുതിയ 14 DCC അധ്യക്ഷന്മാർ എത്രയും വേഗം തന്നെ കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷന്മാരായി ചുമതലയെടുക്കും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനിയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ നിർണായക തീരുമാനമെടുക്കുന്നതിൽ DCC അധ്യക്ഷന്മാർക്ക് വലിയ പങ്കുണ്ടാകും. അവർ മുൻപോട്ട് വയ്ക്കുന്ന പേരുകൾക്ക് പ്രാധാന്യമേറും. പക്ഷേ അവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു സംഘടനയുടെ DCC അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരു നേതാവിന് സ്വാഭാവികമായും അദ്ദേഹം ഒരു MLA ആയോ മത്സരിച്ച് വിജയിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സംഘടനാപരമായി ശ്രദ്ധിക്കുവാനുള്ള ഒരു സമയം ലഭിക്കുകയില്ല. അതുമാത്രമല്ല, സംഘടനാപരമായും ശ്രദ്ധിക്കാൻ കഴിയില്ല, മണ്ഡലത്തിലും ശ്രദ്ധ ചെലുത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് DCC അധ്യക്ഷന്മാരായിരിക്കുന്നവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മത്സരിക്കുവാൻ കൂടി കഴിയില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നേതൃത്വം നൽകുന്നുണ്ട്. അങ്ങനെയാണ് ഇനി DCC അധ്യക്ഷന്മാരെ പരിഗണിക്കുവാൻ പോകുന്നത്. അവർക്ക് പാർട്ടിയിലെ ജില്ലാതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി നൽകുന്നു, അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല.
ഇങ്ങനെ ചില നിർണായക തീരുമാനങ്ങളോടുകൂടി DCC അധ്യക്ഷ നേതൃത്വങ്ങളെ ഒക്കെ മാറ്റാൻ പോകുന്നു. DCC നേതൃനിരയിലുള്ളവരെ മാറ്റാൻ പോകുന്നു. പിന്നീട് പാർട്ടിയിൽ അഴിച്ചുപണി നടത്തി ശക്തമായ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ നേടാനാണ് കോൺഗ്രസ് തീരുമാനം.